പ്രകാശേട്ടൻ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന അറിയുന്നോണ്ട് തന്നെയാ സുയിത്ര എന്നോട് പറഞ്ഞത് വെള്ളം ചൂടാക്കി കൊടുക്കണമെന്ന്. അതൊന്നും സാരമില്ല പ്രകാശേട്ടാ. വന്ദനെ, ഹരിതയെ പോലെ നീയും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളല്ലേ? ആ കാര്യം നീ മറക്കരുത്. ഹരിതേ, ആ വന്നോ? ഹരിതേ വന്നേ. മരുന്ന് കഴിക്കണം, മസാജും ചെയ്യണം. വന്ദനേച്ചി, ഞാൻ മസാജ് ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നും അല്ലടാ പൊട്ടാ. വന്ദനേച്ചി മരുന്നിന്റെ കാര്യം മറക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. എന്തൊരു കയ്പാന്നറിയോ മരുന്നിന്. വന്ദനേച്ചി അത് മറക്കില്ലല്ലോ, അതാണ് വന്ദനേച്ചി. വന്ദനേച്ചി, ഈ ഡോക്ടർ പറഞ്ഞ വിറ്റാമിൻ ഗുളിക മാത്രം കൊടുത്താ പോരെ? എന്തിനാ ഈ മരുന്നൊക്കെ? അങ്ങനെയാണെങ്കിൽ നീ ദിവസവും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്ക. സ്വന്തമായിട്ടൊരു ചായ കുടിക്കാൻ 10 പൈസ ഇല്ലാത്തവനാ ഈ ഇരുന്ന് ന്യായം പറയുന്ന. അധികം ജാടവർത്തനൊന്നും പറയാതെ മിണ്ടാതിരുന്നോണം അവിടെ. നോക്കിക്കോ, ഈ കയ്പുള്ള കഷായൊക്കെ കുടിപ്പിക്കുന്നതുകൊണ്ട് അപ്പച്ചെ തല്ലാനുള്ള ചൂരൽ വടിയായിട്ടായിരിക്കും എന്റെ കുഞ്ഞ് പുറത്തു വരാൻ പോകുന്നത്. ആയിക്കോട്ടെ. ഹരിതേ, നീ വരുന്നുണ്ടോ? മസാജ് ചെയ്യാനുള്ളതാ. ദേ, ഇവൻ ഇങ്ങനെയൊക്കെ പറയും. നീ വന്നേ, വാ. വന്ദനേച്ചിയുടെ കാര്യം അങ്ങോട്ട്. ചങ്ങാതി, തൽക്കാലം ഇപ്പോ ഒരു കാർ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല ഞാൻ. അല്ല, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ആ ശരി ശരി. എനിക്ക് പുതിയൊരു കാർ വേണം തോന്നുമ്പോ ഞാൻ അങ്ങോട്ട് വന്നോളാം. ദേ, ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. രാവിലെ ഓരോരോ ദുരിതങ്ങളെ. ഇവിടെയാണെങ്കിൽ കാറിന്റെ ഒരു പടം പോലും വാങ്ങാനുള്ള പൈസ ഇല്ല, പിന്നെയല്ലേ കാറ്. ഇരിക്കും. എനിക്ക് സ്വന്തമായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും ആത്മാർത്ഥതയോടെ എന്റെ കാര്യങ്ങൾ നോക്കില്ലായിരുന്നു. ആ, അത് സത്യ. വന്ദനയ്ക്കൊരു 4-5 വയസ്സ് പ്രായമുള്ള സമയത്തെ ഇവള് അച്ചമ്മയുടെ ശിക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് പ്രസവ ശുശ്രൂഷയൊക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാം. അത് നന്നായില്ലേ? നല്ലതൊക്കെ തന്നെയാ. അവനവന്റെ കാര്യത്തിൽ കൂടി ആ ശുഷ്കാന്തി കാണിച്ചാൽ മതി. ജഗ, എനിക്കൊന്നും കേക്കണ്ട. കേട്ടേ പറ്റൂ. ഇത് ദിയമോളുടെ കാര്യ. രാഖി പറഞ്ഞത് കേട്ട് ദിയമോളം കൊണ്ട് ഇപ്പൊ രാഖിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട. ചിലപ്പോ രാജീവ് മേനന്റെ ആണ്ടെന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥയായിരിക്കും. എങ്ങനെയെങ്കിലും ദിയമോളെ അവരുടെ വശത്താക്കാനുള്ള അടവാണ്. ജഗ, രാജീവ് മേനന്റെ ആണ്ട് നാളെ തന്നെയാ. അന്ന് വന്ദനയുടെ കല്യാണം നടത്താൻ നിശ്ചയിച്ച കാര്യം ജഗൻ മറക്കരുത്. വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടാൻ രാജീവ് മേനൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴാ ഈ ആക്സിഡന്റ് സംഭവിച്ചതും ആള് മരിച്ചതും. അതുകൊണ്ട് വന്ദനയ്ക്ക് അതിനേക്കാളും മികച്ചൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? മികച്ചതിന്റെ കാര്യമൊന്നും പറയണ്ട. അപകടം പറ്റിയപ്പോ ഭർത്താവിന്റെ സ്നേഹമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വന്ദനെ, ഞാൻ അച്ഛൻ വിളിച്ചിട്ട് എനിക്കൊരു വിശദീകരണവും കേക്കണ്ട. ആ മതി മതി.
രണ്ടാളും കൂടി ഇനി വഴക്കിടാൻ നിൽക്കണ്ട. മാതി ചേച്ചി അടങ്ങിയിരിക്കടേ അവിടെ. അനങ്ങാതിരിക്ക്. ഇതോടെ തീരണം ഹരിതയുടെ ഗർഭവും പൊന്തനയുടെ മസാജിങ്ങും. ഓ, ഇനി അധിക നേരം ഇവിടെ നിന്ന് ശരിയാവില്ല. മന്ദനേച്ചി തല വേദനിക്കുന്ന. അയ്യോ, നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഞാനാ വേദന അനുഭവിക്കുന്നത്. മതി, എണീറ്റ് വാ, കുളിക്കാൻ പോവാം. ആ വന്ദനെ, ഹരിതയ്ക്ക് കുളിക്കാനായിട്ടേ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹരിത കുളിമുറിയിലേക്ക് പോയിക്കോട്ടെ. നീ വന്നേ. ഹരിത കുളിമുറിയിലേക്ക് പൊക്കോ. വന്ന് ആ വന്ദനെ, ഈ ചൂട് മതിയാവോ നോക്കിയേ. ഇത് മതി. പ്രകാശേട്ടൻ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന അറിയുന്നതുകൊണ്ട് തന്നെയാ സുയിത്ര എന്നോട് പറഞ്ഞത് വെള്ളം ചൂടാക്കി കൊടുക്കണമെന്ന്. അതൊന്നും സാരമല്ല പ്രകാശേട്ടാ. വന്ദനെ, ഹരിതയെ പോലെ നീയും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളല്ലേ? ആ കാര്യം നീ മറക്കരുത്. ഗോകുലിന്റെ പേരിലുള്ള പൂജ ചെയ്തുകൊണ്ട് അവൾ അമ്പലത്തിൽ പോയത്. ചൂടായത് മതി പ്രകാശേട്ടാ. ഞാനേ വെള്ളം എടുത്തിട്ട് ബാത്റൂമിൽ വെക്കട്ടെ. ഏയ് വേണ്ട വേണ്ട, ഞാൻ എടുത്തു വയ്ക്കാം.